ഗൈസ്, ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാന്ന് ഞാൻ പറയും. അത്ര അടിപൊളി വ്യൂ ആണ്, ഒന്നും പറയണ്ട. നമ്മളിപ്പം ഫ്രാൻസിലെ ആൽപ്സ് മലകളുടെ അടുത്താണ്. വ്യൂ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ലൈഫിൽ ഇത്ര അടിപൊളിയായിട്ടൊരു വ്യൂ കണ്ടിട്ടില്ല. അത്ര സ്വർഗം പോലെയാണ്, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാണ്. നമ്മൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലെയുള്ള ആ സെയിം ടെറൈൻ, എല്ലായിടത്തും മഞ്ഞ് നിറഞ്ഞു കിടക്കുന്നു. ദൂരെ അങ്ങ് ആൽപ്സ് പർവ്വതം നമ്മളെ നോക്കിയിരിക്കുന്നു. ആ കാണുന്ന മൗണ്ട് ബ്ലാക്ക് ആണ്. അപ്പം മൗണ്ട് ബ്ലാക്കിൻ്റെ ചെരുവുകളിലൂടെയാണ് നമ്മൾ ഇന്ന് ഫുൾ ഡേ ചിലവഴിക്കാൻ പോകുന്നത്. ഇവിടെ ഒന്നും ആരുമില്ല ഗൈസ്, അത്രയ്ക്ക് സൈലൻറ്റ്. ദൂരെ ചെറിയൊരു വാട്ടർഫോൾ, ഒരു ചെറിയൊരു റിവർ അതുവഴി പോകുന്നു. അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ, അത്രയ്ക്ക്. അപ്പം ഈ ട്രിപ്പിൻ്റെ കൂടുതൽ വിശേഷം പറയുന്നതിന് മുമ്പ്, എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരൊക്കെ ഫുള്ള് വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇപ്പം. ഇവരൊക്കെ ഞങ്ങൾ ഈ ട്രിപ്പിൽ വെച്ച് പരിചയപ്പെട്ടവരാണ്. ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയ്ക്ക് റീലെടുക്കാൻ പറ്റിയ ലൊക്കേഷനാണ്. സോ ഗൈസ്, നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്രാൻസിലെ ആൽപ്സ് മലനിരകളുടെ ഹൃദയഭാഗമായിട്ടുള്ള ചമോണിക്സിലാണ്. ചമോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പട്ടണമാണ്. പക്ഷേ ഞാൻ അവിടെ നിന്ന് മാറി വളരെ പ്രശസ്തമായ, ലോകപ്രശസ്തമായ മൗണ്ട് ബ്ലാങ്ക് എന്ന് പറയുന്ന ഒരു വലിയ മൗണ്ടൈൻ്റെ താഴ്വാരത്താണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ രാവിലെ ഞാൻ സിറ്റിയിൽ വന്നിറങ്ങിയാണ്. പക്ഷേ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് സൺലൈറ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഒരു ട്രെയിൻ എടുത്ത് മൗണ്ട് ബ്ലാങ്കിൻ്റെ അടുത്തേക്ക് വന്നു. ഇവിടെ ഇന്ന് ക്രിസ്മസ് ദിവസം ആയതുകൊണ്ട് മിക്ക ട്രാൻസ്പോർട്ടേഷനും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്ത കേബിൾ കാറൊന്നും വർക്കിംഗ് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവൻ ഇങ്ങനെ വളരെ അഡ്വഞ്ചറസ് ആയിട്ട് നടന്നുകൊണ്ടുള്ള ഒരു യാത്രയാണ്. അങ്ങനെ മൗണ്ട് ബ്ലാങ്കിൻ്റെ താഴ്വാരത്തിൽ കൂടെ, ഈ മലഞ്ചെരുവുകളിലൂടെ ഇവിടെ സ്കീ ചെയ്യാനുള്ള വളരെയധികം സ്ഥലങ്ങളുണ്ട്. അതുപോലെ നമുക്ക് സ്കേറ്റിംഗ് ഒക്കെ ബോട്ട്സ് കൊണ്ടുവരുവാണെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ കുറേ നേരം ഈ ഒരു വളരെ വിജനമായ സ്ഥലത്ത് വളരെ എൻജോയ് ചെയ്യുമായിരുന്നു. ചമോണിക്സ് എത്തുന്ന നിമിഷം മുതൽ തന്നെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഈ മഞ്ഞ് മൂടിയ മലനിരകൾ, പിന്നെ ഐസ് ഗ്ലേഷ്യറും ഒക്കെ എല്ലാവരുടെയും മനസ്സ് കവർന്നെടുക്കും. സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ നമ്മൾ ട്രെയിനിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പല ലൊക്കേഷനിൽ എത്താവുന്നതാണ്. സിറ്റി സെൻറ്ററിൽ തന്നെ പല ട്രെയിൻ സ്റ്റേഷനുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഏത് 30 മിനിറ്റിലും ട്രെയിൻ സർവീസുകളുണ്ട്. അതുപോലെ തന്നെ സ്കീയിങ്, സ്നോ ബോർഡിങ്, ഹൈക്കിങ്, പാരാഗ്ലൈഡിങ് പോലെയുള്ള നിരവധിയായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടെ യാത്രക്കാരെത്താറുമുണ്ട്. അതുപോലെ തന്നെ മൗണ്ടനിയറിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു മെയിൻ സ്പോട്ടാണ് ചമോണിക്സ്. നമ്മൾ എത്തിയ ദിവസം നല്ല മഴയുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല തണുപ്പും മഞ്ഞ് വീഴുകളും എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട്
ഒരു വല്ലാത്തൊരു പ്രത്യേകതയായിരുന്നു ഈ സ്ഥലത്ത്. അപ്പം രാവിലെ ഞങ്ങളിങ്ങനെ സിറ്റി സെൻറ്ററിലാണ് എത്തിയത്. ചമോണിക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ സിറ്റി എന്നൊന്നും പറയാമെന്ന് എനിക്കറിയത്തില്ല, ഒരു ചെറിയൊരു സ്ക്വയർ. പക്ഷേ ഇത് ക്രിസ്മസ് ദിവസം ആയതുകൊണ്ട് തന്നെ പല കടകളും തുറന്നിട്ടില്ലായിരുന്നു. പക്ഷേ അവിടെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഭയങ്കര പഴയ കാലത്തുണ്ടായിരുന്ന കുറേയധികം ബിൽഡിങ്സും അതിനോട് ചേർന്നിട്ടുള്ള കുറേ മാർക്കറ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റി. ചമോണിക്സിന് സമീപം സന്ദർശിക്കാവുന്ന മറ്റൊരു പ്രധാന സ്ഥലമാണ് മെർഡേ ഗ്ലാസ്. കറക്റ്റായിട്ടാണോ എൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല. ഫ്രാൻസിലെ ഏറ്റവും വലിയ ഗ്ലേഷ്യറാണിത്. അതുപോലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന പല ഗുഹകൾ ഇവിടെയുണ്ട്. എവിടേക്ക് നോക്കിയാലും ടോപ്പിൾ റോണിലൊക്കെ കാണുന്ന പോലെയുള്ള ആൽപ്സിൻ്റെ പല മഞ്ഞ് മലകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ട്രെയിൻ വഴി ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പോകാൻ പറ്റും. ട്രെയിൻ സർവീസൊക്കെ മിക്ക ദിവസവും അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് മഞ്ഞിടിച്ചിലൊന്നും ഉണ്ടായില്ലെങ്കിൽ ട്രെയിൻസൊക്കെ കാണും. ഏത് ട്രെയിൻ എടുത്താലും നമുക്കിങ്ങനെയുള്ള പല ഗ്ലേസിയേഴ്സിലൊക്കെ എത്താൻ പറ്റും. അങ്ങനെ ദൂരെ നമ്മളിന്ന് നിറഞ്ഞു നിൽക്കുന്ന മലകൾ നമുക്ക് കാണാനും പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാനൊരു ക്രിസ്മസ് ദിവസമാണ് ഇവിടെ എത്തിയത്. സത്യം പറഞ്ഞാൽ 2025 ഡിസംബർ 25 ക്രിസ്മസ് ദിവസമാണ് ഞാൻ ഇന്നിവിടെ. അപ്പം അധികം കടയും തുറന്നിട്ടൊന്നുമില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ആ ചമോണിക്സിൻ്റെ ടൗൺഷിപ്പൊക്കെ ഒന്ന് പോയി നടന്നു പോയി കണ്ടാലോ. കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ അൺഫോർച്ചുനേറ്റ്ലി കേബിൾ കാർസ് ഒന്നും ഇന്ന് വർക്കിംഗ് അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ ട്രെയിൻ എടുത്തിട്ട് മൗണ്ട് ബ്ലാങ്കിലേക്ക് തന്നെ പോവുകയാണ്. ഇങ്ങോട്ടേക്ക് പോകുന്ന യാത്ര എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല, അമ്മാതിരി ലുക്കാണ്. യാത്ര നിങ്ങൾ തന്നെ കണ്ടോ. ഈ ഒരു ട്രെയിൻ യാത്ര ഏകദേശം ഒരു 40 to 50 മിനിറ്റ്സ് നമ്മൾ ട്രാവൽ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഏകദേശം മൗണ്ട് ബ്ലാങ്കിൻ്റെ ഒരു താഴ്വാരത്ത് എത്താൻ പറ്റും.
ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പക്ഷെ എന്നാലും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പം ചമോണിക്സിൻ്റെ കാഴ്ചകൾ നമുക്കങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റത്തൊന്നുമില്ല, അത് കണ്ടു തന്നെ അറിയണം. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ലൈഫിൽ എപ്പോഴേലുമൊക്കെ സമയം കിട്ടുവാണെങ്കിൽ ഇവിടെയൊക്കെ വരണം, ആൽപ്സിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണം. അത് ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ലൈഫിൽ എപ്പോഴേലുമൊക്കെ വന്ന് കാണുക, അടിപൊളിയാണ്. അപ്പം please do watch, subscribe. That's all. So see you all in the next video. Bye bye.